പാരീസിലെ സീസർ അവാർഡ്സിൽ കണ്ടത് യഥാർത്ഥ ജിം ക്യാരി അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ ബോഡി ഡബിളോ ക്ലോണോ? ഈ വ്യക്തി ഫേക്കെങ്കിൽ യഥാർത്ഥ ജിം ക്യാരിക്ക് എന്ത് സംഭവിച്ചു? സമൂഹ മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കോൺസ്പിറസി തിയറികൾക്ക് പിന്നാലെ പായുകയാണ് നെറ്റിസൻസ്. ഇതാദ്യമായല്ല അമേരിക്കൻ സെലിബ്രിറ്റികളുടെ ലുക്കുകൾ ചർച്ചയാകുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡനും മരണപ്പെട്ട പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സണുമെല്ലാം ഇത്തരം കോൺസ്പിറസി തിയറികൾക്ക് നിരന്തരം വിധേയരായവരാണ്. ഇതിൽ തന്നെ മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടില്ലെന്ന് വിശ്വസിക്കുന്നവർ ഇപ്പോഴും അനവധി. ഈ ലിസ്റ്റിലേക്കുള്ള ലേറ്റസ്റ്റ് എൻട്രിയായി മാറിയിരിക്കുകയാണ് ജിം ക്യാരി. ഇതിനു മുൻപ് ജിം ക്യാരി ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തുന്നത് 2025 നവംബറിലാണ് ലോസ് ആഞ്ചൽസിൽ നടന്ന റോക്ക് ആൻഡ് റോൾ ഹോൾ ഓഫ് ഫെയിമിൽ. അന്ന് കണ്ട ക്യാരി അല്ല സീസർ അവാർഡ്സിൽ കണ്ടത്. 2025 ചടങ്ങിൽ വാർദ്ധക്യത്തിന്റെ ഭാഗമായി മുഖത്തുണ്ടാകുന്ന സ്വാഭാവിക ചുളിവുകളെല്ലാം ജിമ്മിന്റെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ പാരീസിലെത്തിയപ്പോൾ അതൊന്നും ഇല്ലെന്നതാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാരുടെ ആദ്യവാദം. എന്നാൽ സർജറി ചെയ്ത് വന്ന ചേഞ്ച് ആകാം ഇതെന്ന് പറയുന്നവരുമുണ്ട്. തിളങ്ങുന്ന കറുത്ത മുടിയും നീല കണ്ണുകളുമായാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. ബ്രൗൺ കളറായിരുന്ന ജിം ക്യാരിയുടെ ഐസ് എങ്ങനെ നീലയായി എന്നായി അടുത്ത ചോദ്യം. അദ്ദേഹത്തിന്റെ ശബ്ദവും പെരുമാറ്റവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പൊതുവെ വളരെ എനർജറ്റിക്കായി സർക്കാസ്റ്റിക്കായി പെരുമാറുന്നയാളാണ് ജിം ക്യാരി, അദ്ദേഹത്തിന്റെ സിനിമകളിലേതുപോലെ. എന്നാൽ പാരീസിലേക്ക് വന്നപ്പോൾ അത് മാറി. വളരെ കാമായി ഇമോഷണൽ ആയുള്ള ജിം ക്യാരിയാണ് അവിടെ കണ്ടത്. ഊർജ്ജസ്വലനല്ലാത്ത ജിം ക്യാരി ക്ലോൺ തിയറികളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. പല സമയത്തായി ഇല്യൂമിനാറ്റിയെയും ഹോളിവുഡിനെയുമെല്ലാം വിമർശിച്ച നടനാണ് അദ്ദേഹം. ആ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം താരത്തെ ആരൊക്കെയോ ചേർന്ന് വധിച്ചെന്നും ശേഷം ഒരു ബോഡി ഡബിളിനെ ഹയർ ചെയ്തുവെന്നുമാണ് ഉയർന്നുവരുന്ന തിയറികൾ. ഇതിന് ആധാരമായി മൈക്കിൾ ജാക്സന്റെ മരണം കൂട്ടി വായിക്കുന്നവരുമുണ്ട്. പാരീസിൽ ജിമ്മിനോട് നേരിട്ടൊരു വ്യക്തി താങ്കൾ ജിം ക്യാരിയല്ലെന്ന് പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ കറക്കം ആരംഭിച്ചത്.